1799 മെയ് 4 ഡെക്കാൻ പീഠഭൂമിയിൽ സൂര്യൻ കനത്തതും കരുണയില്ലാത്തതുമായ നിലയിൽ ഉദിച്ചു. മഷിക്ക് പകരം തീയും രക്തവും കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ആ ഒരു ദിവസം ഉരുകിയ ആകാശത്തിന് കീഴിൽ ഭൂമി ചുട്ടുപൊള്ളുകയായിരുന്നു. മൈസൂറിന്റെ തലസ്ഥാനമായിരുന്ന ശ്രീരംഗപട്ടണം കോട്ട വിചിത്രമായ നിശബ്ദതയിൽ, ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശ്ചലതയിൽ പൊതിഞ്ഞു നിന്നു. പക്ഷികൾ പോലും മരങ്ങൾക്കുള്ളിൽ ഒളിച്ചു. കാട്ടിലെ മൃഗങ്ങൾ എന്തോ അശുഭകരമായ കാര്യം അറിയാമെന്ന പോലെ ഓരിയിട്ടു. കോട്ടമതിലുകൾക്കുള്ളിൽ മൈസൂർ കടുവ എന്ന് പേരുകേട്ട മഹാനായ യോദ്ധാവ് ടിപ്പു സുൽത്താൻ തന്റെ പട്ടാളത്തെ പരിശോധിച്ച് തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സമീപത്ത് ഊരിവെച്ച വാൾ വിശ്രമിച്ചു. അടുത്തുവരുന്ന വിധിയുടെ വിദൂര ഗർജനം ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ കുഞ്ഞുമകനോടൊപ്പം ഇരുന്ന് സുൽത്താൻ സാധാരണ പോലെ ഉച്ചഭക്ഷണം കഴിക്കുന്ന മറ്റൊരു ഇടവേളയായിരുന്നു അത്. എന്നാൽ പെട്ടെന്ന് ഒരു പീരങ്കിയുടെ ഹൃദയഭേദകമായ വിദൂര ഗർജനം ആ നിശബ്ദതയെ ഭേദിച്ചു. ദൂരെ കോട്ടയുടെ പടിഞ്ഞാറൻ ചുവരുകളിൽ നിന്ന് മനുഷ്യരുടെ ആർപ്പുവിളികൾ, ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന യുദ്ധത്തിന്റെ അരാജകമായ അശാന്തിയുടെ അടുത്തടുത്ത് വരുന്ന ശബ്ദം എങ്ങും മുഖരിതമായി. ഭയം കൊണ്ട് വിളറിയ മുഖത്തോടെ ഒരു പട്ടാളക്കാരൻ സുൽത്താന്റെ അറയിലേക്ക് പാഞ്ഞു വന്നു. ബ്രിട്ടീഷുകാർ കോട്ടമതിൽ തകർത്തു. അയാൾ നിലവിളിച്ചു. ടിപ്പു എഴുന്നേറ്റു. അദ്ദേഹം അപ്പോഴും അക്ഷോഭ്യനായിരുന്നു. ദൃഢനിശ്ചയമുള്ള ഒരു യോദ്ധാവിന്റെ കൃത്യതയോടെ തന്റെ കമർ ബാൻഡ് കെട്ടി നെറ്റിയിൽ തലപ്പാവ് വെച്ചുകൊണ്ട് തന്റെ കുതിരയുടെ മേൽ ചാടിക്കേറി അദ്ദേഹം കുതിച്ചു. പിന്നിലായി ഏതാനും അംഗരക്ഷകർ. അവർ പൊടിപാറിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക് ഇടിമുഴക്കം പോലെ പാഞ്ഞു. ഒരു കൊത്തളത്തിൽ നിന്ന് ടിപ്പു തന്റെ കോട്ടയുടെ സ്ഥിതി നിരീക്ഷിച്ചു. കോട്ടയ്ക്ക് ചുറ്റും ശക്തമായ കിടങ്ങ് തീർത്തിരുന്ന കാവേരി നദി കൊടും വേനലിൽ വറ്റിവരണ്ട് ആഴമില്ലാതായി കിടക്കുന്നു. 10,000-കണക്കിന് സൈനികരാണ് കോട്ടയെ വളഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് സൈനികർ, ഇന്ത്യൻ ശിപ്പായിപ്പട, ഹൈദരാബാദിലെ വഞ്ചകനായ നൈസാമിന്റെ സൈന്യം, വണ്ടികളിൽ മരണത്തെ ചുമക്കുന്ന മൃഗങ്ങളുടെ അനന്തമായ നീണ്ട നിര. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ യുദ്ധതന്ത്രവും സാമഗ്രികളും അവിടെ ആ കവാടങ്ങളിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് കമാൻഡറായിരുന്ന ജനറൽ ഹാരിസ് ആഴ്ചകളോളം മാർച്ച് ചെയ്താണ് അവിടെ എത്തിയത്. അദ്ദേഹം ആ കൂറ്റൻ സൈന്യത്തോടൊപ്പം അപമാനകരമായ നിബന്ധനകളും കൊണ്ടുവന്നു. മൈസൂറിന്റെ പകുതി നൽകുക, സുൽത്താന്റെ മക്കളെ കൈമാറുക, ഫ്രഞ്ചുകാരെ നാടുകടത്തുക, ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച് സാമന്തരാജ്യമാവുക. ടിപ്പു ആ നിബന്ധനകൾക്ക് നേരെ കാർക്കിച്ചു തുപ്പി. ദിവസങ്ങൾക്ക് മുമ്പാണ് കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടത്. ഒരു ദിവസം കടുവയെപ്പോലെ ജീവിക്കുന്നതാണ് ഒരു കുറുക്കനായി 100 നൂറ്റാണ്ട് കഴിയുന്നതിനും എനിക്ക് പഥ്യം. തന്റെ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അവസാന ശ്വാസം വരെയും പൊരുതാൻ അദ്ദേഹം ഉറപ്പിച്ചു. ആ വീര്യത്തെയും മഹത്തായ കാഴ്ചപ്പാടിനെയും ഉള്ളിൽ നിന്ന് തന്നെയുള്ള കൊടിയ വഞ്ചകരാണ് പക്ഷേ ചതിച്ചു കളഞ്ഞത്. വിശ്വസ്തരെന്ന് കരുതിയ കമാൻഡർമാർ ശത്രുവിന്റെ കാതുകളിൽ രഹസ്യങ്ങൾ മന്ത്രിച്ചു. സൈനിക നീക്കങ്ങൾ ചോർത്തി. ഏറ്റവും വലിയ വഞ്ചന സുൽത്താന്റെ സ്വന്തം കൊട്ടാരത്തിൽ നിന്നാണ് വന്നത്. ബ്രിട്ടീഷ് ഏജന്റുമാർ വെച്ചു നീട്ടിയ വാഗ്ദാനങ്ങൾക്ക് വശംവദനായി വിശ്വസ്തത പണയം വെച്ച ധനമന്ത്രി മീർ സാദിഖ് മെയ് 3 തലേന്ന് രാത്രി കോട്ടമതിലുകളുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വന്ന കേടുപാടുകൾ പരിശോധിക്കുന്നതിന്റെ മറവിൽ മീർ സാദിഖ് ആ സമയത്ത് അവിടെ എത്തിയ ബ്രിട്ടീഷ് സ്കൗട്ടുമായി ഇരുട്ടിന്റെ മറവിൽ രഹസ്യമായി ആശയവിനിമയം നടത്തി. ഒരു രാജ്യത്തെ തന്നെ നശിപ്പിച്ച വലിയ വഞ്ചനാത്മകമായ ഒരു ഗൂഢാലോചനയായിരുന്നു അത്. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ മീർ സാദിഖ് ശമ്പളങ്ങൾ വിതരണം ചെയ്യാനെന്ന ഭാവേന കോട്ടയുടെ പടിഞ്ഞാറേ മതിൽ സംരക്ഷിച്ചിരുന്ന മുഴുവൻ സൈനികരോടും പിന്മാറാൻ ഉത്തരവിട്ടു. സൈനികർ പിന്മാറിക്കഴിഞ്ഞപ്പോൾ ആ കോട്ടമതിലിന്റെ മുകളിൽ കയറി അയാൾ ഒരു വെള്ള നിറത്തിലുള്ള തൂവാല വീശി. അത് ഒരു അടയാളമായിരുന്നു. ആ പ്രതിരോധ വീഴ്ചയുടെ വിടവിലൂടെ ബ്രിട്ടീഷ് സൈന്യം ഒരു മഹാപ്രളയം പോലെ ഇരച്ചുകയറി. ശ്രീരംഗപട്ടണം വീഴുകയായിരുന്നു. ചതിയുടെ, വഞ്ചനയുടെ മറ്റൊരു കറുത്ത അധ്യായം കൊളോണിയൽ ശക്തികൾക്ക് എതിരെയുള്ള ധീരമായ ഇന്ത്യൻ ചെറുത്തുനിൽപ്പിന്റെ വേരിറക്കുകയായിരുന്നു. ആ അന്ത്യവേളയിലും ടിപ്പു ധീരമായി പോരാടി. തന്റെ കുതിരയിൽ ശത്രുനിരയുടെ മധ്യത്തിലേക്ക് അവശേഷിച്ച വിശ്വസ്ത സൈന്യത്തോടൊപ്പം അദ്ദേഹം കുതിച്ചുകയറി. ദീർഘമായ പോരാട്ടം. ഒരു ശത്രു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ വയറ്റിൽ തുളച്ചുകയറി. മുറിവേറ്റ ഒരു കടുവയെപ്പോലെ അദ്ദേഹം പോരാട്ടം തുടർന്നു. വീണ്ടും വെടിയുണ്ടകൾ. തോളിൽ തറച്ച ബുള്ളറ്റുകളുടെ ആഘാതത്തിൽ സുൽത്താൻ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് തെറിച്ചു വീണു. അദ്ദേഹത്തിന്റെ തലപ്പാവ് ഊരി നിലത്ത് വീണു. ചുവന്ന കോട്ടുകളിലുള്ള ബ്രിട്ടീഷ് പടയ്ക്ക് മധ്യേ ഉച്ചമയങ്ങുന്ന സൂര്യന്റെ രശ്മികളിൽ തിളങ്ങുന്ന ഊരിപ്പിടിച്ച വാളുമായി മുറിവേറ്റ പോരാളി നിന്നു. സമയം പിന്നെയും കടന്നു പോകുമ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് ശത്രുനിരയെ ഒന്നിനു പിറകെ ഒന്നായി വെട്ടിവീഴ്ത്തുകയായിരുന്നു.
മാലാഖമാർ പോലും ആ ധീരമായ പോരാട്ട വീര്യത്തിൽ അത്ഭുതം കൂറി നിന്നു എന്ന് മൈസൂർ വാസികൾ പറയാറുണ്ട്. ഒടുവിൽ ദാഹത്താൽ വരഞ്ഞ് തന്റെ മുറിവുകളിലൂടെ രക്തം മുഴുവൻ വാർന്നുപോയി അവശനായ നിലയിൽ അദ്ദേഹം തളർന്നു വീണു. ശ്രീരംഗപട്ടണത്തിനു മീതെ, ഒരുപക്ഷെ ഇന്ത്യയ്ക്കു മീതെ തന്നെയും സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന വേളയായിരുന്നു അത്. പാതി അബോധാവസ്ഥയിൽ കിടന്ന സുൽത്താന്റെ രത്നങ്ങൾ പതിച്ച കമർബാൻഡ് കൈക്കലാക്കാൻ ആളറിയാതെ ശവങ്ങളിൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് പടയാളി വന്നെത്തി. അയാൾ കമർബാൻഡ് പൊട്ടിക്കാനായി വലിച്ചു. ടിപ്പു കണ്ണു തുറന്നു. ക്ഷണത്തിൽ സുൽത്താന്റെ വാളുകൾ അയാളുടെ കരങ്ങളെ ആഞ്ഞുവെട്ടി. മുറിവേറ്റ ആ പട്ടാളക്കാരൻ സുൽത്താന്റെ നെഞ്ചിലേക്ക് തുരുതുരാ നിറയൊഴി. അങ്ങനെ ടിപ്പു സുൽത്താന്റെ ആത്മാവ് വീരന്മാരുടെയും രക്തസാക്ഷികളുടെയും മഹത്തായ പാരമ്പര്യത്തെ പുൽകി യാത്രയായി. ഒടുവിൽ മൈസൂർ കടുവ വീണു. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറി മറിയുകയായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് വിജയികളായ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അന്വേഷണ സംഘം സുൽത്താന്റെ ശവശരീരം തിരിച്ചറിയുന്നത്. ടിപ്പുവിന്റെ മരണവാർത്ത അറിഞ്ഞ ജനറൽ ഹാരിസ് ഇനി ഇന്ത്യ നമ്മുടേതാണ് എന്ന് പറഞ്ഞ് ആക്രോശിച്ചു എന്നാണ് ചരിത്രം. ടിപ്പുവിന്റെ മരണവാർത്ത പരന്നതോടെ ബ്രിട്ടീഷ് സൈന്യം ആ രാത്രി മുഴുവൻ ശ്രീരംഗപട്ടണത്ത് അതിക്രമവും കൊള്ളിവെപ്പും നടത്തി. വീടുകളും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. സുൽത്താന്റെ സിംഹാസനം തകർത്ത് അതിലെ സ്വർണം മുഴുവൻ അവർ ഉരുക്കിയെടുത്തു. അതിലെ രത്നഖലിതമായ ഹുമാ പക്ഷിയെ കീറി നീക്കി. അത് പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ സ്വകാര്യ ശേഖരങ്ങളിലേക്ക് കൊണ്ടുപോയി. 2 മില്യൺ പൗണ്ട് സ്റ്റെർലിങ്ങിനോട് ചേർന്ന സമ്പത്താണ് ആ ദിവസത്തിൽ കൊള്ള ചെയ്യപ്പെട്ടത്. ഇന്നത്തെ കണക്കിൽ നോക്കിയാൽ ഏതാണ്ട് 2 ബില്യൺ US$ സമാനമായ സ്വത്തുക്കൾ. ലോകമെമ്പാടും വികസിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ ഏറ്റവും ശക്തമായ നിലയിൽ വെല്ലുവിളിച്ച 40ഓളം വർഷം അവരെ അകറ്റി നിർത്തിയ ആ ധീരനായ പോരാളിയെ ശത്രുക്കൾ പോലും ആദരിച്ചു. ബ്രിട്ടീഷ് ചരിത്രം അദ്ദേഹത്തെ ടിപ്പു സാബ് എന്നാണ് വിശേഷിപ്പിച്ചു കാണുന്നത്. ആ ആദരവോടുകൂടി തന്നെയാണ് കൊള്ളകളുടെ ഒടുവിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. 16 കുതിരകൾ വലിക്കുന്ന വണ്ടിയിൽ ഗുംബസിലെത്തിച്ച ടിപ്പുവിന്റെ ഭൗതികദേഹം പിതാവിന്റെ ഖബറിനോട് ചേർന്ന് എല്ലാ ബഹുമതികളോടും കൂടി സംസ്കരിക്കപ്പെട്ടു. മീർ സാദിഖ് രാജ്യദ്രോഹത്തിന് പാരിതോഷികമായി ലഭിച്ച സ്വത്തുമായി കടന്നുകളയാൻ ശ്രമിക്കവേ അദ്ദേഹത്തെ ടിപ്പുവിനോട് കൂറുപുലർത്തിയ ഒരു മൈസൂർ സൈനികൻ കുതിരപ്പുറത്തു നിന്ന് വലിച്ചു താഴെയിട്ട് വെട്ടിനുറുക്കി. അന്നുമുതൽ ഇന്നുവരെ തലമുറയായി മൈസൂരുകാർ ആ വഞ്ചകന്റെ ശവകല്ലറയിൽ ശാപങ്ങൾ ചൊരിയുന്നു. തങ്ങളുടെ സുൽത്താനെ വഞ്ചിച്ച ആ കൊടിയ പാതകത്തിന് ഇന്നും അയാൾക്ക് അവർ മാപ്പ് നൽകിയിട്ടില്ല.